ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ ഒരുമിച്ച് ഇപ്രകാരം കൂടി വരുവാനായിട്ട് ദൈവം ഒരവസരം നൽകിയല്ലോ. നമുക്ക് ദൈവത്തിന് നന്ദിയും സ്തോത്രവും നമുക്ക് കരയറ്റാം. നാം അനേക ദൈവവചനങ്ങൾ ഇവിടെ നിന്ന് കേൾക്കുന്നവരാണ്. അനേക വർഷങ്ങളായിട്ട് അനേക ദൈവവചനങ്ങൾ നാം കേൾക്കുന്നവരാണ്. ഇന്ന് എനിക്കും നമുക്ക് എല്ലാവർക്കും തന്നെ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുന്നതിന്, നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തുന്നതിന്, നമ്മുടെ ജീവിതത്തിൽ നാം കേൾക്കുന്ന ഈ സത്യങ്ങൾ അത് യാഥാർത്ഥ്യമായി തീരുന്നുണ്ടോ എന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുന്നതിന് ഉള്ള ഒരു സമയമായിട്ട് എടുക്കാം എന്നാണ് ചിന്തിക്കുന്നത്. ആദ്യം പാപം ഉണ്ടായപ്പോൾ തന്നെ ജീവവൃക്ഷത്തിൽ നിന്ന് ഭുജിക്കുവാനായിരുന്നു ദൈവം ആദാമിനെ കുറിച്ച് ആഗ്രഹിച്ചത്. എന്നാൽ ഈ ജീവവൃക്ഷത്തിൽ നിന്ന് ഭുജിക്കുന്നതിന് പകരം അറിവിന്റെ വൃക്ഷത്തിലേക്ക് പോയിട്ടാണ് ആദാം അവിടെ ഭക്ഷിച്ചത്. അപ്പോൾ നമുക്കും ഈ കേൾക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു നല്ല സന്ദേശമായിരുന്നു എന്നുള്ള ഒരു അറിവിനപ്പുറത്ത് അത് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിന് എന്ത് മാറ്റം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. നമുക്ക് ഈ രീതിയിൽ ദൈവവചനത്തിൽ ദൈവം എന്താണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മുമ്പോട്ട് പോകുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കുന്നതിനായിട്ട് നമുക്ക് പല ദൈവവചന വാക്യങ്ങൾ നമുക്ക് നോക്കുകയും നമുക്ക് വായിക്കുകയും നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തുകയും ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഈ സമയം നമുക്ക് ഉപയോഗിക്കാം. ഞാൻ ആദ്യമായിട്ട് മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം, അവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ആ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ അവിടെ പറയുന്നത്, അവൾ ഒരു മകനെ പ്രസവിക്കും. 1-ാം അധ്യായത്തിന്റെ മത്തായി 1:21 ഞാൻ വായിക്കുന്നത്. മത്തായി 1:21. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കെ കൊണ്ട് നീ അവന് യേശു എന്ന പേർ ഇടേണം എന്ന് പറഞ്ഞു. അപ്പൊ യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞതിന്റെ കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. അപ്പൊ യേശു എന്ന പേരിന്റെ അർത്ഥം തന്നെ യേശു വന്നതിന്റെ ഉദ്ദേശം അവിടെ വ്യക്തമാക്കുകയാണ്. നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശു വന്നത്. അപ്പൊ നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശു വന്നത് എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ വേണ്ടിയാണ് എന്ന് മാത്രമല്ല, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ, പാപങ്ങൾ, അതെല്ലാം യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ച് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മുടെ പാപം കഴുകപ്പെട്ടു, നമുക്ക് പാപക്ഷമ നമുക്ക് ലഭിച്ചു. എന്നാൽ അവിടുന്ന് നമ്മെ രക്ഷിക്കുക എന്ന് പറയുമ്പോൾ ക്ഷമയ്ക്ക് അപ്പുറത്ത് ഈ പാപത്തിൽ നിന്ന് ഉള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു വിടുതൽ, അത് യേശു വാഗ്ദാനം ചെയ്യുന്നു. അതാണ് രക്ഷ എന്ന് പറയുന്നതിന്റെ അർത്ഥം. നാം പാടി അർത്ഥപ്രാണനായി കിടന്ന എന്നെ എന്ന് പറഞ്ഞ് നാം പാടിയപ്പോൾ ആ നല്ല ശമരിയക്കാരന്റെ ആ ഉപമയാണ് നാം പരാമർശിച്ചത്. അപ്പോൾ ലൂക്കോസ് 10-ാം അധ്യായത്തിൽ ആ നല്ല ശമരിയക്കാരനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് യേശുക്രിസ്തു നമ്മെ രക്ഷിക്കുന്നതിന്റെ ഒരു ചിത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ കാണാം. നാം പലപ്പോഴും ആ നല്ല ശമരിയക്കാരന്റെ ഉപമ ഒരു രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയെ വന്ന് യേശു രക്ഷിച്ചതിന്റെ ഒരു ചിത്രമായിട്ട് നാം പലപ്പോഴും കാണാറുണ്ട്, നാം പാടാറുണ്ട്. എന്നാൽ നമുക്ക് ഈ ഒരു വ്യക്തി, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട ആ വ്യക്തിയെ കുറിച്ച് ലൂക്കോസ് 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, അവിടെ 30 മുതലുള്ള ആ അധ്യായ വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഒരു മനുഷ്യൻ അവൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. ആ മനുഷ്യൻ ഒരു യാത്രയിലായിരുന്നു. അവൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്കുള്ള ഒരു യാത്രയിലായിരുന്നു. നമുക്ക് വേണമെങ്കിൽ അതൊരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു തുടക്കം, ഒരു വ്യക്തി ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു യാത്ര, ഒരു ചിത്രമായിട്ട് നമുക്കതിനെ കാണാം. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു വ്യക്തി അവൻ ഒരു യാത്രയിലാണ്. അവൻ യാത്രയിലാകുമ്പോ ആ യാത്രയിൽ അവനെ വന്ന് അവന്റെ കയ്യിലുള്ള ആ സ്വത്ത് മോഷ്ടിച്ചു കളയുവാനായിട്ട് കള്ളന്മാർ വരുന്നു. ആ രക്ഷിക്കപ്പെട്ട
വ്യക്തിയുടെ ഉള്ളിലുള്ള സന്തോഷം, രക്ഷയുടെ സന്തോഷം, അവന്റെ ഉള്ളിലുള്ള സമാധാനം, അവന്റെ ഉള്ളിലുള്ള ആ സന്തോഷം, ഇതിനെ മോഷ്ടിച്ചു കളയുവാനായിട്ട് ഇതാ അവിടെ കള്ളന്മാര് വന്ന് അവനെ ഇടിച്ച് അവനെ അർത്ഥപ്രാണനാക്കി അവിടെ കിടത്തുന്നു. അവൻ അങ്ങനെ കിടക്കുമ്പോ ആ കള്ളന്മാർ ഇന്നും ഈ ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ടുള്ള ഒരു യാത്രയിൽ, ആ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്ന നമ്മുടെ ഓരോരുത്തരുടെ അടുക്കിലേക്കും ഈ കള്ളന്മാര് വന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ ക്രിസ്തീയ സമാധാനം, സന്തോഷം അതിനെ മോഷ്ടിച്ച് കളയാനായിട്ട് ആ കള്ളന്മാർ അവന്റെ ശിങ്കിടികളെയും കൂട്ടിയാണ് വരുന്നത്. പിശാച് വരുന്നത് നമ്മുടെ സ്വയം, ലോകം, ഈ തരത്തിലുള്ള പിശാച് സ്വയത്തെയും ലോകത്തെയും നമ്മളുടെ ജഡത്തിന്റെ ഇച്ഛകളെയും എല്ലാം കൂടെ ചേർത്തിട്ടാണ്, കൂട്ടിക്കൊണ്ടാണ് പിശാച് വരുന്നത്. പിശാച് വന്ന് ആ രീതിയിൽ, ഏതെങ്കിലും രീതിയിൽ നമ്മെ തളർത്തി കളഞ്ഞ് നമ്മെ അർത്ഥപ്രാണരാക്കി അവിടെ വിട്ട് അവിടെ നിന്ന് അവന് രക്ഷപ്പെടുവാനായിട്ടാണ് അവന് താല്പര്യം. എന്നാൽ നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഏറ്റവും പ്രസക്തമായ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ അർത്ഥപ്രാണനായി കിടക്കുന്ന ഒരു വ്യക്തിക്ക്, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട് അർത്ഥപ്രാണനായി കിടക്കുന്ന ഒരു വ്യക്തിക്ക് ന്യായപ്രമാണം അവനെ രക്ഷ ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. വന്ന ലേവ്യൻ അവന് മാറിപ്പോയി. ന്യായപ്രമാണത്തിന് ചില നിയമങ്ങൾക്ക് അവനെ രക്ഷിക്കപ്പെടുവാനായിട്ട് കഴിയുകയില്ല. ഒരു പുരോഹിതൻ വന്നു, അവനെ കണ്ടും കാണാത്തവനായിട്ട് തിരിച്ചുപോയി. ആചാരാനുഷ്ഠാനങ്ങൾക്ക് അവനെ രക്ഷിക്കുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ ഇതാ നമ്മെ പോലെ ഈ ഭൂമിയിലേക്ക് വന്ന ഒരു നല്ല ശമര്യക്കാരനായ യേശു ക്രിസ്തു നമ്മുടെ അടുക്കൽ വന്ന് അവിടെ നിന്ന് നമ്മെ കടന്നു പോകാതെ അവിടെ നിന്ന് നമ്മുടെ മുറിവുകളെ തുടച്ച് നമ്മെ എണ്ണയും വീഞ്ഞും പകർന്ന് നമ്മെ രക്ഷ ചെയ്യുവാനായിട്ട് വില്ലിംഗ് ആയിട്ടുള്ള ഒരു കർത്താവായ യേശു ക്രിസ്തു. അവിടെ നമ്മൾ ആ നല്ല ശമര്യക്കാരന്റെ ഉപമയിൽ നാം നേരത്തെ പറഞ്ഞ ആ രക്ഷ എന്ന വാക്ക് മലയാളത്തിൽ അങ്ങനെയാണ് തർജ്ജിമ ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിരിക്കും. മലയാളത്തിലെ ചില തർജ്ജിമകൾ വളരെ നല്ലതാണ്. ചില സമയത്ത് നമ്മൾ മലയാളത്തിലെ തർജ്ജിമ അത്ര നല്ലതല്ലെന്ന് പറയും. പക്ഷെ ഇവിടെ മലയാളത്തിലെ തർജ്ജിമ എത്ര മനോഹരമാണ് എന്ന് നോക്കുക. അവിടെ പറഞ്ഞിരിക്കുന്നു, അങ്ങനെ ഞാൻ ആ ഭാഗം വായിക്കാം. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച്, ആ സന്തോഷം അവനെ അപമാനിച്ച്, അവന്റെ ക്രിസ്ത്യ ജീവിതത്തിലുള്ള സന്തോഷവും ആ ഉത്സാഹവും ഒക്കെ കെടുത്തിക്കളഞ്ഞ് ഈ കള്ളന്മാര് അവനെ വസ്ത്രം അഴിച്ച് അവനെ ലജ്ജിതനാക്കി. അവന് മുഖം ഉയർത്തുവാൻ പോലും കഴിയുന്നില്ല. പാപത്തിന്റെ കയ്യിൽ അകപ്പെട്ട് ആകെ മുഖമുയർത്തുവാൻ കഴിയാത്തവനെ പോലെ അവന്റെ മുഖം താഴ്ത്തി അവനെ മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടിട്ട് പോയി. അതാ ആ വഴിയായിട്ട് എതിർച്ചയായ ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. ഒരു ലേവ്യൻ ആ സ്ഥലത്തിലെത്തി അവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. ഒരു ശമര്യക്കാരനോ വഴി പോകുകയിൽ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. ഈ രീതിയിൽ പാപത്തിന്റെ അടിയേറ്റ് താഴെ കിടക്കുന്ന എന്നെയും നിന്നെയും നമ്മെ ഓരോരുത്തരെയും നോക്കി മനസ്സലിയുന്ന ഒരു നല്ല ശമര്യക്കാരൻ നമുക്കുണ്ട്. അവിടെ നിന്ന് നമ്മെ മാറി കടന്നുപോയ ലേവ്യനും പുരോഹിതനെ പോലെയുമല്ല. അവിടുന്ന് അരികെ വന്നു എന്ന് 34-ാം വാക്യത്തിൽ വായിക്കുന്നു. അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. ഈ ദൈവസഭയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന് ആ രക്ഷയുടെ പ്രവൃത്തിയാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തിൽ നിന്നുള്ള രക്ഷയാണ് ചെയ്യുന്നത്? നമുക്ക് എന്താണ് നഷ്ടപ്പെട്ടത്? നമുക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങൾ ദൈവം തിരികെ തരികയാണ്. നമ്മുടെ ഉള്ളിലുള്ള സമാധാനം, സന്തോഷം, അത് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? പാപത്തിന്റെ പിടിയിൽ പെട്ട് സ്വയത്തിന്റെയും ലോകത്തിന്റെയും മോഹത്തിന്റെ പുറകെ പോയി ആ രീതിയിൽ ഈ ഉള്ളത്തിലുള്ള ദൈവവചനം, പാപം നമ്മെ ആ രീതിയിൽ തകർത്ത് കളഞ്ഞെടുത്ത് ആ നല്ല ശമര്യക്കാരൻ വന്ന് നമ്മെ രക്ഷ ചെയ്യുന്നു. വീണ്ടും അവിടെ നോക്കുക, പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. വീണ്ടും പറയുന്നു, ഇവനെ രക്ഷ ചെയ്യണം. നിങ്ങൾ ചിന്തിക്കുക, ആ ശമര്യക്കാരൻ വന്ന് അവിടെയൊക്കെ ഇവനെ കണ്ട്, ഓ നിനക്ക് മുറിവ് പറ്റിയല്ലേ, ഓ നീ ഇവിടെ കിടക്കുകയാണല്ലേ. മറ്റേ ആൾക്കാരും അവിടെ നോക്കാതെ അവര് മാറിപ്പോയി. പക്ഷെ മാറിപ്പോയില്ല. ഈ നല്ല ശമര്യക്കാരൻ വന്ന് നമ്മുടെ അടുക്കൽ വന്ന്, അല്ലെങ്കിൽ ഈ കിടക്കുന്ന ആ മുറിവേറ്റ ആളിന്റെ അടുത്ത് വന്ന്, ഓ നിനക്കിങ്ങനെ മുറിവ് പറ്റിയല്ലേ, സാരമില്ല, അപ്പോ
ഒരുപക്ഷെ അവൻ കിടക്കുമ്പോൾ അവൻ പറയുന്നു, ഞാൻ എൻ്റെ അശ്രദ്ധ കൊണ്ടാണ് എനിക്ക് അങ്ങനെ പറ്റിയത്, ഞാൻ സൂക്ഷിച്ചില്ല, ഞാൻ ഈ വഴി ആയിരുന്നില്ല, ഞാൻ തന്നെ പോരുതായിരുന്നു എന്നൊക്കെ പറയും. അത് സാരമില്ല, അത് സാരമില്ല, അതൊന്നും സാരമില്ല, കുഴപ്പമില്ല, ഞാനെല്ലാം നിന്നോട് അതൊന്നും സാരമില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അവനെ അർത്ഥപ്രാണനായിട്ട് അവിടെ കിടത്തിക്കൊണ്ട് ഈ നല്ല ശമരിക്കാരൻ അങ്ങ് പോയിരുന്നെങ്കിലോ? അത് രക്ഷയല്ല, അത് രക്ഷയല്ല. അല്ലെങ്കിൽ അവിടെ കുറച്ചൊരു അല്പം ഓയിൻമെന്റ് വരട്ടിയിട്ടും അങ്ങ് പോയിരുന്നെങ്കിലോ? അത് രക്ഷയല്ല. എന്നാൽ അവനെ ഇതാ, അവൻ മനസ്സലിഞ്ഞ് എണ്ണയും വീഞ്ഞും പകർന്നവന്റെ മുറിവുകളെ കെട്ടുക മാത്രമല്ല, തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് ആ രക്ഷയുടെ പ്രവൃത്തി ഇതാ വീണ്ടും തുടരുന്നു. അവൻ പിറ്റേന്നാൾ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പക്കാരന് കൊടുത്ത്, ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ പ്രിയ സഹോദരന്മാരെ, നമുക്ക് ഈ ഒരു 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 ഉറപ്പാണ് നമുക്ക് ആദ്യം വേണ്ടത്. നമ്മൾ ആദ്യം നാം ഇങ്ങനെ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട് മുറിവേറ്റ് കിടക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുകയും അത് സമ്മതിക്കുകയും എനിക്കൊരു രക്ഷകൻ ആവശ്യമാണ് എന്ന് നാം മനസ്സിലാക്കുകയും ചെയ്യണം. ആ രക്ഷകൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ ആ രക്ഷകന്റെ കൂടെ ആ രക്ഷകൻ പറയുന്നത് കേട്ട് അതിനനുസരിച്ച് പോകുവാനായിട്ട് ഇവൻ ഇപ്പൊ പറയുകയാണ്, നീ അവിടെ വഴിയമ്പലത്തിലേക്ക് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി, അന്നത്തെ അവന്റെ വാഹനം എന്ന് പറയുന്നത് അവിടെ ചിലപ്പോൾ ഒരു കഴുതയായിരിക്കും, ആ കഴുതപ്പുറത്ത് കയറ്റി അവനെ കൊണ്ടുപോയി എന്ന് പറയുമ്പോ ഇവൻ പറയുകയാണ്, അതൊന്നും വേണ്ട, ഞാൻ വരുന്നില്ല, ഞാൻ നിന്റെ കൂടെ വരുന്നില്ല, എനിക്കറിയാം എന്റെ കയ്യിൽ കുറച്ച് മരുന്നുണ്ട്, ഞാൻ അതൊക്കെ പുരട്ടിക്കോളാം, ഞാൻ തന്നെ ഇതൊക്കെ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ശരിയാക്കിക്കോളും, എനിക്കറിയാം എന്നെ ശരിയാക്കാൻ എന്ന് പറഞ്ഞ് അവിടെ കിടന്നാൽ അവിടെ കിടന്ന് അവൻ അർത്ഥപ്രാണനായി കിടന്നവന്റെ പൂർണ്ണ പ്രാണനും അവനെ നഷ്ടപ്പെട്ടു പോകും. എന്നാൽ നമ്മുടെ ഉള്ള അവസ്ഥയെ തിരിച്ചറിഞ്ഞ് നമ്മുടെ അടുക്കിലേക്ക് വരുന്ന ഒരു രക്ഷകൻ പറയുന്ന കാര്യത്തിന് നാം ഈൽഡ് ചെയ്ത് അവന്റെ കയ്യിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത്, അതേ കർത്താവേ, ഞാൻ അങ്ങയോടൊപ്പം വരാൻ തയ്യാറാണ്, അങ്ങയുടെ ആ വാഹനത്തിലേക്ക് കയറാനും അങ്ങ് എന്നെ കൊണ്ടുപോകുന്ന ഇടത്തേക്ക് പോകാനും. അവിടെ ചെല്ലുമ്പോൾ അവരാ മരുന്നൊക്കെ മുറിവൊക്കെ കഴുകി അതിന്റെ മുകളിൽ ഈ മരുന്ന് പുരട്ടുമ്പോൾ ചിലപ്പോൾ നല്ല നീറ്റലുണ്ടാവും, നല്ല നീറ്റലും നല്ല വേദനയും നല്ല പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ കർത്താവെ ഞാൻ സഹിക്കാനും ഞാൻ തയ്യാറാണ്, അങ്ങ് എന്നെ ഏൽപ്പിക്കുന്ന ഇടത്ത് ഞാൻ പോയി, എനിക്ക് രക്ഷ വേണം, എനിക്ക് രക്ഷ വേണം, എനിക്ക് എൻ്റെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം, എനിക്ക് രക്ഷ വേണം എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടെ എന്നെ രക്ഷിക്കാനായിട്ട് വരുന്ന യേശുവിന്റെ കയ്യിൽ എന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുത്താൽ മാത്രമേ ആ രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് അത് പ്രാവർത്തികമായി നമ്മുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരികയുള്ളൂ. നാം ഇവിടെ യോഹന്നാൻ 10-ാം അധ്യായത്തിലും ഈ ഒരു പിശാചിനെയും അവിടെയും ഒരു കള്ളനായിട്ട് അവിടെ പറയുന്നുണ്ട്. യോഹന്നാൻ 10:9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, യോഹന്നാൻ 10:9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ അവിടെ പറയുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവിടെയും കണ്ടോ, രക്ഷപ്പെടും. യേശു പറയുകയാണ്, നമ്മെ രക്ഷിക്കാനായിട്ടാണ് യേശു വന്നത്. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. എന്നാൽ ഇതാ നമ്മെ തകർക്കുവാനും നമ്മുടെ സന്തോഷവും നമ്മിൽ നിന്ന് മോഷ്ടിച്ചു കളയുവാനും വരുന്ന ഒരു പിശാച്, 10-ാം വാക്യം, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് വന്നത് നമുക്ക് ജീവനെ നൽകുവാനായിട്ടാണ്, സമൃദ്ധിയായ ജീവനെ നൽകുവാനായിട്ടാണ്. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ആ നല്ല ഇടയൻ, ആ നല്ല ശമരിക്കാരൻ നമ്മുടെ അടുക്കൽ വന്ന് നമ്മെ രക്ഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവൻ തങ്ങളുടെ ജനങ്ങളെ എന്തിൽ നിന്ന്? അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേർ ഇടണം. നമുക്ക് ഇന്ന് ആളുകൾക്ക് പലപ്പോഴും ഈ പാപത്തിൽ നിന്നുള്ള രക്ഷയെക്കാട്ടിലുപരി രോഗത്തിൽ നിന്നുള്ള രക്ഷ, അല്ലെങ്കിൽ തങ്ങളുടെ ഇപ്പോഴുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ള രക്ഷ, ഇപ്പോഴുള്ള പ്രയാസം, ഇതിനാണ് പലപ്പോഴും ആളുകൾക്ക് ഇന്ന് താല്പര്യമുള്ളത്. എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, എനിക്ക് ഇന്ന സാമ്പത്തികമായ ക്ലേശം, അല്ലെങ്കിൽ എൻ്റെ രോഗം, അല്ലെങ്കിൽ എനിക്ക് ജോലിയില്ല, എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇതിൽ നിന്നൊക്കെ എനിക്കൊരു വിടുതൽ എന്നാണ് ബാക്കി, എനിക്ക് ഈ വിടുതൽ വേണം. പക്ഷെ എന്നെ ബന്ധിച്ചിരിക്കുന്ന, എനിക്കിപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നെ ഇന്ന് അലട്ടുന്ന ഈ തെറ്റായ മോഹത്തിൽ നിന്ന്, എൻ്റെ കോപത്തിൽ നിന്ന്, എൻ്റെ കയ്പിൽ നിന്ന്, എൻ്റെ വിദ്വേഷത്തിൽ നിന്ന്, എൻ്റെ ഉള്ളിലുള്ള ഈ അസൂയയിൽ നിന്ന്, എൻ്റെ ഉള്ളിലുള്ള ഈ സ്നേഹമില്ലായ്മയിൽ നിന്ന്, അതിൽ നിന്നുള്ളൊരു രക്ഷ എനിക്ക് വേണം എന്നുള്ള ആഗ്രഹം അല്ല പലപ്പോഴും ആളുകൾക്കുള്ളത്.
നമുക്ക് അപ്പോൾ നാം ഒരിക്കൽ നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിങ്കിൽ നിൽക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ അന്ന് നാം തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്. അതായത് ആ ദൈവസന്നിധിയിലേക്ക് നാം ചെല്ലാനായിട്ട് നമുക്ക് ഒരു രോഗമുണ്ടെങ്കിൽ അതൊരു തടസ്സമില്ല. എനിക്ക് കൈയില്ലെങ്കിൽ ദൈവസന്നിധി ഞാൻ ചെല്ലുമ്പോൾ നീ എന്താ നിനക്ക് കൈയില്ലല്ലോ, നിനക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല എന്ന് പറയുകയില്ല. കൈയില്ലെങ്കിലോ കാലില്ലെങ്കിലോ എനിക്ക് അവിടെ പ്രവേശനത്തിന് ഒരു തടസ്സവുമില്ല. എനിക്ക് രോഗമുണ്ട്, എനിക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടും എനിക്ക് ദൈവസന്നിധിയിൽ പോകുന്നതിന് തടസ്സമില്ല. ഞാൻ പാർക്കുന്നത് ഒരു കൊച്ചു കുടിലായിരുന്നു, അല്ലെങ്കിൽ വാടക വീട്ടിലായിരുന്നു, എനിക്ക് സ്വന്തമായിട്ട് വീടില്ലായിരുന്നു. ഇത് എനിക്ക് അവിടെ പോയി ദൈവസന്നിധിയിൽ ചെല്ലുന്നതിന് തടസ്സമല്ല. എന്നാൽ ദൈവസന്നിധിയിൽ ചെല്ലുന്നതിന് എനിക്ക് തടസ്സമായിട്ടുള്ളത് എന്താണ്? എൻ്റെ പാപമാണ്. നമ്മുടെ പാപമാണ് ദൈവസന്നിധിയിൽ നാം ചെല്ലുന്നതിന് നമുക്ക് തടസ്സമായിട്ടുള്ളത് എന്നുള്ളത് നാം അത് വളരെ ഗൗരവത്തോടെ നാം അതിനെ കാണണം. നമ്മുടെ പാപമാണ് നമുക്ക് ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്നത്, ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നതിന് തടസ്സമായിട്ടുള്ളത്. അതുകൊണ്ട് നാം പാപത്തെ ഗൗരവമായിട്ട് എടുക്കേണ്ടതുണ്ട്. നാം ഇവിടെ വളരെയധികം കേട്ടവരാണ്. വളരെയധികം എത്രയോ കോൺഫറൻസുകൾ, എത്രയോ മീറ്റിങ്ങുകൾ, എത്രയോ വലിയ ദൈവദാസന്മാർ അവരുടെ ജീവിതത്തിലൂടെ, അനുഭവങ്ങളിലൂടെ കടന്നുപോയി നമ്മോട് ഈ സത്യങ്ങൾ പറയുകയും നമ്മെ വെല്ലുവിളിക്കുകയും ചെയ്തതാണ്. സാക് ബ്രദറും ജോജി ബ്രദറും ഒക്കെ നമ്മോട് എത്രയധികം സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ നാം കേട്ട ഈ ആളുകളോട് നമുക്ക് ലൂക്കോസ് 12-ാം അധ്യായം നാം ലൂക്കോസ് 10 വായിച്ചതിന്റെ 2 താളുകൾക്ക് അപ്പുറത്ത് ലൂക്കോസ് 12-ാം അധ്യായം അവിടെ പറയുന്ന ഒരു ദാസനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ലൂക്കോസ് 12-ന്റെ 47-48 വാക്യങ്ങൾ. ലൂക്കോസ് 12-ന്റെ 47-ഉം 48-ഉം. യജമാനന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് ഒരുങ്ങാതെയും അവന്റെ ഇഷ്ടം ചെയ്യാതെയും ഇരിക്കുന്ന ദാസന് വളരെ അടികൊള്ളും. അറിയാതെ കണ്ട് അടിക്ക് യോഗ്യമായത് ചെയ്തവനോ കുറെ അടികൊള്ളും. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും. അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. എത്ര വ്യക്തമായിട്ടാണ് കർത്താവ് പറയുന്നത്. വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും, അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. അപ്പൊ നാം ദൈവത്തിന് ഇത്രയധികം ആഴമായ സത്യങ്ങൾ കേട്ടപ്പോ നാം ദൈവസന്നിധിയിൽ നാം കൂടുതൽ കണക്ക് കൊടുക്കേണ്ടവരാണ്. ദൈവം നമ്മോട് കൂടുതൽ ചോദിക്കും. അതുകൊണ്ട് തന്നെ ഈ ദൈവത്തിന് ദുഃഖമുണ്ടാക്കുന്ന, അല്ലെങ്കിൽ എനിക്ക് ദൈവസന്നിധിയിലുള്ള എൻ്റെ പ്രവേശനത്തെ പോലും തടയുന്ന ഈ തരത്തിലുള്ള പാപങ്ങളെ നാം അതിനോട് എതിർത്ത് നിൽക്കാനും, ആ പാപം എൻ്റെ ജീവിതത്തിൽ വേണ്ട. നാം എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നു എന്ന് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവെ, എനിക്ക് എതിർത്ത് നിന്ന് എനിക്ക് ഈ കാര്യത്തിൽ നിന്ന് എന്നെ ഇന്ന് അങ്ങയുടെ സന്തോഷവും സമാധാനവും എന്നിൽ നിന്ന് എടുത്തു കളയുന്ന ഈ പാപത്തിൽ നിന്ന് എനിക്കൊരു രക്ഷ വേണം, എനിക്കൊരു വിടുതൽ വേണം എന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹം നമുക്കുണ്ടാവണം. നമ്മൾ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നിന്നാണ് ആ വാക്യങ്ങൾ ഉള്ളത്. പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല എന്നുള്ള ആ വാക്യം അതിന്റെ 4-ാമത്തെ വാക്യമാണ്. എബ്രായ ലേഖനം 12-ന്റെ 4. ഞാൻ എബ്രായ ലേഖനം 12-ന്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ കൂടെ വായിക്കാം. പല വാക്യങ്ങൾ നമുക്ക് നോക്കുന്നത് നല്ലതാണ്. ഈ സത്യങ്ങൾ നമ്മുടെ ഉള്ളത്തിലേക്ക് വീണ്ടും നമ്മുടെ തലയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നതിനായിട്ടാണ് ഈ വാക്യങ്ങളൊക്കെ വായിക്കുന്നത്. എബ്രായർ 12-ന്റെ 1 മുതൽ, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ചിലരെ സംബന്ധിച്ച് അവരുടെ ക്രിസ്തീയ ഓട്ടത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയാതിരിക്കുന്നത് ചില ഭാരങ്ങളാണ്. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, മറ്റു തലത്തിലുള്ള പല ഭാരങ്ങൾ. എന്താവും, ഇനി മുമ്പോട്ട് എന്താവും, എനിക്ക് എന്ത് സംഭവിക്കും, അതൊരു ഭാരമായിട്ട് നമ്മുടെ ഉള്ളത്തിൽ കടക്കുകയും ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുന്നില്ല. മറ്റു പലർക്കും ഉള്ള പ്രശ്നം മുറുകെ പറ്റുന്ന പല പാപങ്ങളാണ്. മുറുകെ പറ്റുന്ന പാപങ്ങൾ, വളരെ ക്ലോസ് ആയിട്ട് മുറുകെ പറ്റുന്ന, പിന്നെയും 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 പിന്നെയും, അത് ചിലപ്പോൾ കോപമായിരിക്കാം, അല്ലെങ്കിൽ ലൈംഗിക മോഹമായിരിക്കും, തെറ്റായ ലൈംഗിക മോഹമായിരിക്കാം. ഈ തരത്തിലുള്ള മുറുകെ പറ്റുന്ന ചില പാപങ്ങൾ, അത് അവിടെ പറയുന്നു നമുക്ക് ഇങ്ങനെയുള്ള ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അതെങ്ങനെയാണ് ഞാൻ ഓടേണ്ടത്? വിശ്വാസത്തിന്റെ നായകനും, 2-ാം വാക്യം,
പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. 3-ാം വാക്യം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. 4-ാം വാക്യം, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അപ്പോ നമ്മെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ, മുറുകെ പറ്റുന്ന പാപങ്ങൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്നത് നാം കാണുമ്പോൾ അതിനെ ഇതൊരു കുഴപ്പമില്ല, ഞാനിവിടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിങ്ങനെ അർത്ഥപ്രാണനായിട്ട് ഇവിടെ കിടക്കുകയാണ്, അത് കുഴപ്പമൊന്നുമില്ല, അത് ശരിയായിക്കോളും എന്നുള്ളതിന് പകരം എൻ്റെ അടുക്കൽ എന്നെ രക്ഷിക്കാൻ സന്നദ്ധനായിട്ട് എന്നെ എണ്ണയും വീഞ്ഞും പകർന്ന് എന്നെ രക്ഷ ചെയ്യുവാനായിട്ട് സന്നദ്ധനായി എൻ്റെ അടുക്കൽ വരുന്ന കർത്താവിൻ്റെ അടുക്കലേക്ക്, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി സത്യസന്ധമായിട്ട് നാം കരഞ്ഞ് നാം പറയണം, കർത്താവേ എനിക്ക് രക്ഷ വേണം, കർത്താവെ പാപത്തോടുള്ള ഒരു പോരാട്ടം എനിക്ക് വേണം, എനിക്ക് കർത്താവെ എനിക്ക് രക്തം ചിന്തിയാലും എനിക്ക് ഈ പാപത്തിൽ നിന്ന് എനിക്ക് ജയം വേണം എന്നുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാവണം. നാം ചെയ്യുന്ന ഓരോ പാപവും, അത് നമ്മുടെ വാക്കുകൊണ്ടുള്ള പാപം, നമ്മുടെ ചിന്തകൾ കൊണ്ടുള്ള പാപം, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുള്ള പാപം, ഈ ഓരോ പാപവും അത് ദൈവത്തിന്, യേശുക്രിസ്തുവിന്, പരിശുദ്ധാത്മാവിന് വേദന ഉണ്ടാക്കുന്നു എന്ന് നാം ദൈവവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്, പാപത്തെ ക്ഷമിക്കുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന യേശുക്രിസ്തു രക്തം ചിന്തിയ രക്തത്തിലൂടെ നമുക്ക് പാപത്തിന് ക്ഷമയുണ്ട്. എന്നാൽ യേശുക്രിസ്തു ഈ ലോകത്തിൽ പാപം ചെയ്യാതെ ജീവിച്ചതും മരിച്ചുയർത്തെഴുന്നേറ്റതും നമ്മെ പാപത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി കൂടെയാണ്. അവൻ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റത് ഈ പാപത്തിന്റെ ശക്തിയിൽ നിന്നും സ്വാതന്ത്ര്യത്തിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ വേണ്ടിയാണ്. അപ്പം ആ കാൽവരി ക്രൂശിൽ തന്റെ ജീവിതത്തിൽ യേശു ഉടനീളം അനുഭവിച്ച കാൽവരി ക്രൂശിൽ യേശു അനുഭവിച്ച തീവ്രമായ വേദന, ഈ വേദനയെല്ലാം എന്നെ രക്ഷ ചെയ്യുന്നതിന്റെ ഒരു ഭാഗമാണ്. അതിനെ തുടർന്ന് ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി വലത്തുഭാഗത്ത് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇപ്പോൾ ഞാൻ പാപത്തെ ലാഘവത്തോടുകൂടെ എടുത്ത് ഞാൻ ഓരോ പാപവും ആ രീതിയിൽ ലാഘവത്തോടു കൂടെയാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇപ്പൊ വീണ്ടും കർത്താവിന്റെ മേൽ ഏതെങ്കിലും ഒരു ആണി അടിക്കുന്നത് പോലെ വേദനിപ്പിക്കുന്നത് പോലെയാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ പാപം ചെയ്ത് കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്ന് നമ്മൾ പറയുമ്പോൾ കർത്താവിന്റെ രക്തം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു. എന്നാൽ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ നമ്മുടെ ഒരു മാതാപിതാക്കളുടെ കുഞ്ഞായിരിക്കാം, അല്ലെങ്കിൽ അപ്പനോ അമ്മയോ ആരെങ്കിലും ആവട്ടെ, നമ്മൾ ഈ ലോകത്തിൽ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാൾ. ഓക്കെ, ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ എനിക്ക് ക്ഷമയ്ക്ക് വേണ്ടി അതിനൊരു രക്തം ഉണ്ടാണ്, ക്ഷമ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ ആ രക്തം വരണം, ഒരു ആണി അടിച്ചിട്ട് രക്തം വരണം, എന്നിട്ട് ആ രക്തം പുറത്ത് വന്നാലേ ക്ഷമയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓരോ പ്രാവശ്യവും ക്ഷമ ചോദിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ഒരു ആണി അടിച്ചിട്ട് രക്തം വരണം എന്ന് പറയുമ്പോൾ എനിക്ക് എത്ര ഞാൻ പ്രിയപ്പെടുന്ന ഈ ആളിന് വീണ്ടും വേദനയുണ്ടോ, വീണ്ടും ആ ആളിന്റെ കയ്യിൽ ഒരു ആണി അടിക്കണോ? പഴയ നിയമകാലത്ത് അവര് ഓരോ പ്രാവശ്യവും പോയി ഒരു ആട്ടിൻകുട്ടിയെ അറുക്കണം, ആട്ടിൻകുട്ടിയെ അറുത്ത് ഇപ്പൊ കുറെ ഇത്രയും ആട്ടിൻകുട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാവിനെയോ ഒക്കെ ഇത്രയും വില കൊടുത്ത് വാങ്ങുമ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊരു ചിന്ത വരും. ഓക്കെ, എന്നാൽ ഇന്ന് നമുക്ക് പുതിയ നിയമ കാലഘട്ടത്തിൽ നമുക്ക് ഈ ഒരു സത്യം കർത്താവിന് വേദന ഉണ്ടാക്കുന്നു എന്നുള്ളത് നാം ഓർക്കണം. നമ്മൾ പഴയ നിയമ പുസ്തകത്തിൽ സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 78-ന്റെ 40, സങ്കീർത്തനങ്ങൾ 78-ന്റെ 40 ആ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് മത്സരിച്ച സമയത്ത് അവിടെ അതിനെക്കുറിച്ച് പറയുന്നു. മരുഭൂമിയിൽ അവർ എത്ര പ്രാവശ്യം അവനോട് മത്സരിച്ചു, ശൂന്യപ്രദേശത്ത് എത്ര പ്രാവശ്യം അവനെ ദുഃഖിപ്പിച്ചു. അപ്പൊ മത്സരണത്തിലൂടെ, അനുസരണമില്ലായ്മയിലൂടെ അവര് ദൈവത്തെ ദുഃഖിപ്പിക്കുകയായിരുന്നു. അപ്പൊ ദൈവത്തിന് ദുഃഖമുണ്ടാവുന്നു എന്ന് നാം വായിക്കുന്നു. അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം നോക്കുക. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. അവിടെയും ദൈവത്തിൽ നിന്ന് അകന്ന് പോയ മനുഷ്യൻ, അവൻ അകന്നു പോയപ്പോ ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. അതിനെ തുടർന്ന് അതിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു, അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. അപ്പോ ദൈവത്തിന്റെ ഹൃദയത്തിന് ദുഃഖമുണ്ടാവും. നാം പുതിയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്, ശിഷ്യന്മാരുടെയൊക്കെ ചിലരുടെ
അവിശ്വാസം കണ്ടിട്ട്, അവരുടെ ഉള്ളിലെ അവിശ്വാസം കണ്ടിട്ട് കർത്താവിന് ഹൃദയത്തിൽ ദുഃഖമുണ്ടായി, കർത്താവിന്റെ ഉള്ളത്തിൽ വേദനയുണ്ടായി എന്ന് നാം വായിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഉള്ളത്തിൽ കർത്താവ് ഇത്രയും നമ്മെ രക്ഷ ചെയ്യാനായിട്ട് നമ്മുടെ അടുത്ത് എണ്ണയും വീഞ്ഞും ഒക്കെ ആയിട്ട് വരുമ്പോ കർത്താവിന്റെ ഉള്ളത്തിൽ ഈ കർത്താവെ ഞാൻ തന്നെ ശരിയായിക്കോളാം, അങ്ങേക്ക് എന്നെ ഒന്നും സഹായിക്കാൻ പറ്റില്ല, ഞാനൊക്കെ നഷ്ടപ്പെട്ടു പോയി, എന്നെ സഹായിക്കാൻ അങ്ങേക്കൊന്നും പറ്റില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അത് നമ്മുടെ അവിശ്വാസമാണ്. ആ അവിശ്വാസം യേശുവിന്റെ ഹൃദയത്തിന് നോവുന്നു, ആ അവിശ്വാസം യേശുവിന് ദുഃഖമുണ്ടാവും. അപ്പോ അവിശ്വാസം എന്ന ദുഷ്ടഹൃദയം എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ നാം പറയുന്ന ഇങ്ങനെയുള്ള പല പാപങ്ങളും അത് അവിശ്വാസം ഉൾപ്പെടെ നമ്മുടെ ആകാംക്ഷ, നമ്മുടെ ദൈവത്തിന്റെ അവിശ്വാസത്തിന്റെ ഒരു തുടർ ഇതാണ് ആകാംക്ഷ. എനിക്ക് ഭാവിയെക്കുറിച്ചുള്ള ആകാംക്ഷ. എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്, എന്നെ രക്ഷിക്കുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട് എന്ന് കരുതുന്നതിന് പകരം ഞാൻ അവിശ്വാസത്തിനും ആകാംക്ഷയ്ക്കും ഭയത്തിനും ഒക്കെ ഇടം കൊടുക്കുമ്പോൾ അത് കർത്താവിന് ദുഃഖമുണ്ടാക്കുന്നു. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന് ദുഃഖമുണ്ടാവുന്നതിനെ കുറിച്ച് നമ്മൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 4-ന്റെ ഞാൻ 29-30 വായിക്കാം, 29-30 കൂടെ ചേർത്ത് വായിക്കാം. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മിക വർധനയ്ക്കായി നല്ല വാക്കല്ലാത്ത ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അപ്പൊ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ചില വാക്കുകൾ അത് ആകാത്ത വാക്കുകളാണെങ്കിൽ പരിശുദ്ധാത്മാവിന് ദുഃഖമുണ്ടാവുന്നു എന്നിവിടെ പറയുന്നു. എന്നിട്ട് 30-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായിട്ട് മുദ്രയിട്ടിരിക്കുന്നത്. എന്നിട്ട് 4-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം, എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. അപ്പോ ഞാൻ എൻ്റെ കയ്പ്, എൻ്റെ കോപം, എൻ്റെ ക്രോധം, എൻ്റെ ആ കോപത്തിലും ക്രോധത്തിലുമുള്ള ഞാൻ ഒച്ചയിട്ട് ബഹളം വെക്കുന്നത്, ഇതൊക്കെ പരിശുദ്ധാത്മാവിന് ദുഃഖമുണ്ടാക്കുന്നു. എന്നിട്ട് പറയുന്നു അവിടെ 32-ാം വാക്യം, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിയുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുകയും, അന്യോന്യം ക്ഷമിക്കുവാനായിട്ട് അവിടെ പറയും. അപ്പോ നമ്മുടെ ഓരോ പാപവും അതിന് നാം ദൈവത്തിന് മുമ്പാകെ കണക്ക് കൊടുക്കേണ്ടവരാണ്. അപ്പോൾ അതും ദൈവവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. നാം ദൈവത്തിന് മുമ്പാകെ നമ്മുടെ പാപങ്ങൾക്ക് നാം അക്കൗണ്ട് കൊടുക്കണം, നാം കണക്ക് കൊടുക്കണം. അതുകൊണ്ട് നമുക്ക് പാപത്തെ ലാഘവത്തോടു കൂടെ നാം എടുക്കുവാനായിട്ട് കഴിയുകയില്ല. നാം 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകും. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം നിൽക്കേണ്ടി വരും. ആ നിൽക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ മനോഭാവങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നാം ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടതാണ്. വീണ്ടും നമ്മൾ റോമാലേഖനം 14-ന്റെ 10 അവിടെയും വായിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം 2 കൊരിന്ത്യർ 5-ന്റെ 10 നമ്മുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടാണ്, നമ്മുടെ ചിന്തകൾ, മനോഭാവങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ. റോമാലേഖനം 14-ാം അധ്യായം നോക്കുക, 14-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, റോമർ 14-ന്റെ 10. അവിടെ സഹോദരന്മാരുമായിട്ടുള്ള ബന്ധത്തിൽ മറ്റുള്ളവരെ വിധിക്കുന്നതിലൂടെ, എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. 11-ാം വാക്യം, എന്നാണ് എന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നിട്ട് വീണ്ടും 12-ാം വാക്യം പറയുന്നു, ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നാം ഓരോരുത്തർ ദൈവത്തിനോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എന്നിട്ട് വീണ്ടും പറയുന്നു, അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്, സഹോദരന് ഇടർച്ചയോ തടങ്ങലോ വയ്ക്കാതിരിപ്പാൻ മാത്രം ഉറച്ചുകൊള്ളുവിൻ. ഒരു സഹോദരനെ, സഹോദരിയെ വിധിക്കരുത്. വിധിക്കുമ്പോ അത് ഞാൻ ന്യായാസനത്തിന് മുമ്പാകെ ഞാൻ ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടതാണ്. വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിന്, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടതാണ്.
അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ പാപങ്ങളെ നാം കണ്ട് നാം അനുതാപത്തോടെ മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് ആ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തോട് നാം ചോദിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന് നമ്മെ മുമ്പോട്ട് നടത്തി നമുക്കൊരു സ്വാതന്ത്ര്യവും ആ സന്തോഷവും ദൈവത്തിന് നൽകുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മുടെ ഈ പാപത്തെ നാം ഗൗരവമായിട്ട് എടുക്കാതെ പാപത്തെ നാം മറച്ചു വെക്കുകയും നമ്മൾ ചിലരൊക്കെ തൂക്കുമ്പോൾ ചില ജോലിക്കാരോ എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു 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 കാര്യം പിള്ളേരോടോ അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ഒരു ജോലിക്ക് ഒരാൾ വന്ന് വീട്ടിലെ എന്തെങ്കിലും ഒന്ന് തൂക്കാനായിട്ട് പറയുമ്പോൾ ശരിക്കും തൂക്കുന്നവരെന്ത് ചെയ്യും? ശരിക്കും അവിടെ ഒരു കാർപ്പറ്റ് ഉണ്ടെങ്കിൽ കാർപ്പറ്റൊക്കെ പൊക്കി അതിനടിയിലുള്ള എല്ലാ പൊടിയും തൂക്കണം. അപ്പൊ അതിന് പകരം നമ്മള് എല്ലാം കുറച്ചൊക്കെ കണ്ട് ബാക്കിയെല്ലാം കാർപ്പറ്റിന്റെ അടിയിലേക്ക് തള്ളിയിട്ടാൽ അത് ഒരു ശരിയായിട്ടുള്ള ഒരു തൂക്കലല്ല. അപ്പൊ പലപ്പോഴും നാം നമ്മുടെ പാവങ്ങളെ നാം വെളിച്ചത്തേക്ക് കൊണ്ടുവരാതെ അത് മുഴുവനും കളയാതെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബാക്കിയൊക്കെ ആരും കാണുന്നില്ല എന്നുള്ള രീതിയിൽ കാർപ്പറ്റിന്റെ അടിയിലേക്ക് നാം തള്ളിയിട്ടാൽ നമുക്ക് ദൈവത്തോടുള്ള കൂട്ടായ്മ നമുക്ക് നഷ്ടപ്പെടുകയാണ്. നാം ആ പാപങ്ങളെ നാം ഓരോന്നായിട്ട് നാം അതിനെ അഡ്രസ്സ് ചെയ്യണം. അതിനെ അഡ്രസ്സ് ചെയ്ത് കർത്താവിനോട് നാം പറയുകയും കർത്താവ് എനിക്ക് ഇതിൽ നിന്ന് രക്ഷ വേണമെന്ന് നാം ആവശ്യബോധത്തോടെ കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുകയും ചെയ്യാതെ നാം പാപത്തെ ഡീൽ ചെയ്യാതിരുന്നാൽ ഈ പാപങ്ങൾ അത് ദൈവത്തോടുള്ള നമ്മുടെ കൂട്ടായ്മയെ അത് തകർക്കും. അത് മാത്രമല്ല അത് നമുക്കൊരു ശക്തിയില്ലായ്മയിലേക്ക് നമ്മെ നയിക്കും, കാപട്യത്തിലേക്ക് നമ്മെ നയിക്കും, നിരാശയിലേക്ക് നമ്മെ നയിക്കും. അപ്പൊ നമ്മൾ പാപങ്ങൾ അത് വളരെ ഗൗരവമാണ്. അത് നമ്മുടെ ജീവിതത്തിലുള്ള സന്തോഷം നഷ്ടപ്പെടുത്തുക മാത്രമല്ല, അത് നമ്മെ ചിലപ്പോൾ ഒരു കാപട്യക്കാരനായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു നിരാശയ്ക്ക് ഉടമയുള്ള ഒരു നിരാശിതനായ ഒരു വ്യക്തിയാക്കി നമ്മെ മാറ്റും. എന്നാൽ ഇതാ യെശയ്യാവിന്റെ പുസ്തകം 59-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം 2-ാം വാക്യങ്ങൾ അവിടെ വീണ്ടും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. യെശയ്യാവ് 59-ന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. കർത്താവിന് നമ്മെ രക്ഷിപ്പാൻ കർത്താവ് സന്നദ്ധനാണ്. രക്ഷിപ്പാൻ കർത്താവിന് കഴിയും. നമ്മുടെ ഏത് കുഴഞ്ഞ അവസ്ഥയിലാണെങ്കിലും, ഏത് തരത്തിൽ മുറിവേറ്റിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലും, നമ്മുടെ ജീവൻ അർത്ഥപ്രാണനായിട്ട് കിടക്കുന്ന അവസ്ഥയാണെങ്കിലും നമ്മെ രക്ഷിപ്പാനായിട്ട് കർത്താവിന് കഴിയും. എന്നാൽ നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. നമ്മുടെ ഏത് രക്താംബരം പോലെ ചുമന്ന പാപമാണെങ്കിലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാനായിട്ട് കർത്താവിന് കഴിയും. എന്നാൽ അതിനെ നാം പാപത്തെ പാപമായി കണ്ട് കർത്താവിന്റെ അടുക്കൽ ഉള്ള അവസ്ഥയിൽ കർത്താവിന്റെ അടുക്കലേക്ക് ചെന്നാൽ കർത്താവിന് നമ്മെ രക്ഷിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ പാപത്തെ നാം വിട്ട് ഓടുവാനായിട്ട് നാം ദൈവവചനത്തിൽ നാം പലപ്പോഴും വായിക്കുന്നുണ്ട്. അവിടെ നീ യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക എന്ന് നാം സദൃശവാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. ദോഷത്തെ വിട്ടുമാറാനായിട്ട്, പാപത്തെ വിട്ട് ഓടുവാനായിട്ട് നാം പുതിയ നിയമത്തിൽ നാം വായിക്കുന്നുണ്ട്. യൗവന മോഹങ്ങളെ വിട്ട് ഓടുവാനായിട്ട് 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ യൗവന മോഹങ്ങളെ വിട്ട് ഓടുക എന്ന് നാം വായിക്കുന്നുണ്ട്. സദൃശവാക്യങ്ങൾ 3-ൽ നിന്ന് ഞാൻ 5, 6, 7 വാക്യങ്ങൾ ഞാൻ വായിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. സദൃശവാക്യങ്ങൾ 3, 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ട് മാറുക. അപ്പൊ ഞാന് പാപത്തിന്റെ രക്ഷിക്കാനായിട്ടാണ് കർത്താവ് വന്നത്. കർത്താവ് രക്ഷിക്കുവാനായിട്ട് ശക്തനാണ്. പാപം വളരെ ഗൗരവമാണ്. ഓരോ പാപവും നാം ദൈവത്തിന് മുമ്പാകെ നാം കണക്ക് കൊടുക്കേണ്ടതാണ് എന്നൊക്കെ നാം ഇതുവരെ നാം ചിന്തിച്ചു. നമുക്ക് ദൈവവചനത്തിൽ നമ്മൾ പാപം എന്ന് പറയുമ്പോൾ എന്താണ് പാപം എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ ചിലരൊക്കെ ചിന്തിക്കുന്നത്, ഓക്കെ ഞാനിപ്പോൾ രക്ഷിക്കപ്പെട്ടു, അതായത് ഞാൻ പണ്ട് മദ്യപിക്കുമായിരുന്നു, പണ്ടല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യുമായിരുന്നു, എന്തോ കുറെ വലിയ ചില കാര്യങ്ങൾ, അതിനെ മാത്രമാണ് പാപമായിട്ട് പലപ്പോഴും പല ആളുകളും കണ്ടിരുന്നത്. എന്നാൽ ദൈവവചനം അങ്ങനെയല്ല. ദൈവത്തിന്റെ ആത്മാവ് ആ രീതിയിലല്ല നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് ദൈവവചനത്തിൽ നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്, സിൻസ് ഓഫ് കമ്മീഷൻ, സിൻസ് ഓഫ് ഒമിഷൻ എന്ന തരത്തിലുള്ള 2 തരത്തിലുള്ള കാറ്റഗറി ആയിട്ടുള്ള പാപങ്ങളുണ്ട്. അതായത് ദൈവം നമ്മോട് ചെയ്യരുത് എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ അത് പാപമാണ്. ദൈവം നമ്മോട് ചെയ്യണം എന്ന് പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. ദൈവം ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ അതും പാപമാണ്.
നമുക്ക് അത് നമ്മൾ മനസ്സിലാക്കണം. റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം നോക്കുക. റോമർ 7:19. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ചില നന്മകൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു, ചില കാര്യങ്ങൾ ഞാൻ ചെയ്യണം, അപ്പൊ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ല, അത് പാപമാണ്. ഇച്ഛിക്കാത്ത തിന്മ അത്രേ പ്രവർത്തിക്കുന്നത്. അപ്പോ ഞാൻ പ്രവർത്തിക്കുന്ന ഈ തിന്മ ദൈവം അത് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല, ഞാനും അത് ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഞാൻ ചെയ്യുന്നു. അപ്പൊ ഞാൻ ആ ചെയ്യുമ്പോൾ അതും പാപമാണ് എന്ന് നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അവിടെ നാം വായിക്കുന്നു റോമർ 3:23, പിന്നെ വേറെ നാം വായിക്കുന്നു റോമർ 3:23, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അപ്പോൾ നാം ദൈവത്തിന്റെ തേജസ്സിൽ കുറവുള്ളതെല്ലാം തന്നെ പാപമാണ് എന്ന് ഈ വാക്യം പറയുന്നു. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത്, ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന് കുറവുള്ളതെല്ലാം തന്നെ പാപമാണ്. അതുപോലെ ഈ സിൻസ് ഓഫ് ഒമിഷൻ, നാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നാം ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോ യാക്കോബ് 4:17 അത് നാം വായിക്കുന്നുണ്ട്. യാക്കോബ് 4:17, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. അത് നന്മ എന്നല്ല മലയാളത്തിലുള്ളത്, ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ശരിയായിട്ടുള്ളത് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ശരി എന്നാണ്, റൈറ്റ്. ആ ശരി ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവന് അത് പാപം തന്നെ. അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ നാം ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ നാം ചെയ്യുക, ഇതെല്ലാം ദൈവത്തിന്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്നു, അതെല്ലാം പാപമാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു കുറച്ച് ലിസ്റ്റ് നമുക്ക് നോക്കാം. നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. യേശുക്രിസ്തു തന്റെ പർവ്വത പ്രസംഗം തുടങ്ങിയ സമയത്ത് യേശുക്രിസ്തു പുരുഷാരമൊക്കെ വന്നു. അത് കഴിഞ്ഞ് അവൻ ശിഷ്യന്മാരെ വിളിച്ച് അവൻ മലമേലേക്ക് കയറി. ശിഷ്യന്മാരോട് യേശുക്രിസ്തു ഈ പർവ്വത പ്രസംഗം സംസാരിക്കുകയാണ്. അപ്പോൾ പർവ്വത പ്രസംഗം കർത്താവ് പറയുമ്പോൾ അവിടെ അതിലുള്ള ആദ്യത്തെ ചില വാക്യങ്ങളിൽ നമുക്ക് വളരെ ഗൗരവമായിട്ട് യേശുക്രിസ്തു കോപത്തെക്കുറിച്ച് സംസാരിക്കുന്നു, മോഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ക്ഷമിക്കാത്ത മനോഭാവത്തെക്കുറിച്ച് സംസാരിക്കുന്നു. എത്ര ഗൗരവത്തോടു കൂടിയാണ് യേശുക്രിസ്തു സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുക. മത്തായി 5:22 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. മത്തായി 5:22 ഞാൻ വായിക്കാം. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. അപ്പോ എന്റെ കോപം അത് എന്നെ അഗ്നി നരകത്തിൽ എത്തിക്കും. 3 സ്റ്റേജിലുള്ള കോപത്തെ കുറിച്ച് എന്നോട് പറയുന്നു. അപ്പോ ഞാൻ കോപിക്കുന്നു, അതിനെ തുടർന്ന് അവനെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചില വാക്കുകൾ പറയുന്നു, അവനെ ഞാൻ തുച്ഛീകരിക്കുന്നു, അവനെ ഡിസ്പൈസ് ചെയ്യുന്നു. ഡിസ്പൈസ് ചെയ്തതിന് ശേഷം ചില വാക്കുകളൊക്കെ പറയുന്നു, മൂഢ എന്ന് പറയുന്നു അവനെ. അപ്പം ഇതിനു പകരം ചിലപ്പോൾ കോപം വന്നിട്ട് ഒരു ലെവൽ കോപം വന്നു, അത് കഴിഞ്ഞ് അങ്ങോട്ട് തിളച്ച് പിന്നെ വിളിക്കുന്നതൊക്കെ വേറെ പല പേരുകളുമാണ് ആയിരിക്കും. പിന്നെ പിള്ളേരെയൊക്കെ പല മൃഗങ്ങളുടെ പേര് വിളിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഇടയിലുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ വിളിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വേറെ പല രീതിയിലുള്ള പേര്, വളരെ മോശമായിട്ടുള്ള വാക്കുകൾ, പുറത്തൊക്കെ അങ്ങനെയുണ്ട്, വളരെ മോശമായിട്ടുള്ള വാക്കുകൾ വിളിക്കുന്ന ആളുകൾ. നമുക്ക് ഈ കോപം എന്നെ അഗ്നി നരകത്തിൽ എത്തിക്കും, ഞാൻ നരകത്തിലേക്ക് പോകുമെന്നത് ആരാ പറഞ്ഞത്? യേശുക്രിസ്തു തന്നെ സ്വന്തം വാക്കുകൊണ്ട് പറഞ്ഞത്. അപ്പൊ ഈ ഒരു പാപത്തെ നാം ഗൗരവമായിട്ട് എടുക്കണ്ടേ? ഈ കോപം എൻ്റെ ജീവിതത്തിൽ ഇന്ന്, ഈ കോപത്തിന് എത്രമാത്രം വേരുകളുണ്ട്. കർത്താവെ, എന്നെ സഹായിക്കണമേ, എന്നെ രക്ഷ ചെയ്യണമേ, എന്നെ രക്ഷ ചെയ്യണമേ, അങ്ങക്ക് എന്നെ രക്ഷ ചെയ്യുവാനായിട്ട് കഴിയും. അതുപോലെ എന്നിട്ട് മത്തായി 5:23 പറയുന്നു, എനിങ്ങനെ ഈ കോപവും ഈ രീതിയിലുള്ള സംസാരവും വായിൽ നിന്നുള്ള വാക്കുകളും ഒക്കെ പുറത്തു വന്നതിന് ശേഷം പ്രാർത്ഥിക്കാനായിട്ടൊക്കെ പോകുന്നു. ഒന്നും സംഭവിക്കാത്ത പോലെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു കാപട്യക്കാരനായി എന്നാണ് ദൈവവചനം പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 5:23, ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വെച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം. അപ്പൊ നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോകാം, മുറിവേൽക്കാം.
മുറിവേറ്റാൽ കർത്താവെ, ഞാൻ കാര്യങ്ങൾ നിരപ്പ് പ്രാപിക്കുവാൻ ഞാൻ തയ്യാറാണ്, ഞാൻ എന്നെ തന്നെ താഴ്ത്തുവാനും അങ്ങനെ സഹായിക്കണം കർത്താവെ എന്ന് പോയി നമുക്ക് നിരപ്പ് പ്രാപിക്കാനും ക്ഷമ ചോദിക്കാനും, നിന്റെ പ്രാർത്ഥന അവിടെ നിർത്തുക, നിന്റെ വഴിപാട് അവിടെ നിർത്തുക, നിർത്തിയ ശേഷം പോയി സഹോദരനോട് നിരപ്പ് പ്രാപിക്കുക, നിരപ്പ് പ്രാപിച്ച ശേഷം വന്ന് വഴിപാട് കഴിക്കുക. കോപത്തെക്കുറിച്ച് എത്ര ഗൗരവമായിട്ടാണ് യേശു പറയുന്നത്, അത് നിന്നെ നരകത്തിലെത്തി. അത് കഴിഞ്ഞ് മോഹത്തെക്കുറിച്ച് പറയുന്ന എത്ര ഗൗരവമായിട്ടാണെന്ന് നോക്കുക. മത്തായി 5:27 മുതലുള്ള വാക്യങ്ങൾ നോക്കുക. മത്തായി 5:27 മുതലുള്ള വാക്യങ്ങൾ. വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പഴയ നിയമ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. എന്നാൽ 28 പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. ഞാൻ മോഹത്തോടുകൂടെ നോക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ കണ്ണുകളിൽ മോഹം, അത് വ്യക്തികളെ മാത്രമല്ല, ആരും കാണാതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ റൂമിൽ വ്യക്തിപരമായിട്ട് മൊബൈൽ ഫോണിൽ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും അശ്ലീലം നോക്കി മോഹിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ മോഹം എന്നെ, അത് വ്യഭിചാരം. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം, അല്ലെങ്കിൽ പുരുഷനെ മോഹിക്കേണ്ടതിന്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. അല്ലെങ്കിൽ ചിലർക്ക് ചില വായിക്കുന്ന കാര്യങ്ങളായിരിക്കാം. ഇതെല്ലാം പാപം എത്ര ഗൗരവമാണ്. എന്നിട്ട് പറയുന്നു 29, എന്നാൽ വലം കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്ന നിന്റെ കണ്ണാണോ നിനക്ക് പ്രശ്നം? അങ്ങനെയെങ്കിൽ അതിനെ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ വീഴുന്നതിനേക്കാൾ, വീണ്ടും നരകത്തെക്കുറിച്ച് പറയുന്നു, നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനം അത്രേ. വലം കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവൻ നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനം അത്രേ. മോഹത്തെക്കുറിച്ച് എത്ര ഗൗരവമായിട്ട് യേശു പറയുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തെ നോക്കാം. കർത്താവേ, എനിക്കൊരു വെളിച്ചം നൽകണമേ കർത്താവേ. എൻ്റെ കണ്ണുകൾ, എൻ്റെ വാക്കുകൾ, എൻ്റെ മനോഭാവം, എൻ്റെ ഇടപെടൽ, ആളുകളുടെ ഇടപെടൽ, കർത്താവെ, അശുദ്ധി എവിടെ ഉണ്ടോ കർത്താവെ, എന്നെ രക്ഷ ചെയ്യണമേ കർത്താവെ, എന്നെ രക്ഷ ചെയ്യണമേ. ഇതൊക്കെ ഒരു ഉള്ളിയുടെ തൊലി പോലെ പല ഉള്ളിൽ ഒത്തിരി ഉണ്ട് കർത്താവെ, എനിക്ക് കാണിച്ചു തരണമേ, എന്നെ രക്ഷ ചെയ്യണമേ. അല്ലെങ്കിൽ പിന്നീട് അവിടെ തന്നെ കർത്താവ് ക്ഷമിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. മത്തായി 6 നോക്കുക. 6:14 അവിടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുന്നു. അതിനുശേഷം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. എങ്ങനെയാണ്? ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. അത് കഴിഞ്ഞിട്ട് അതിന്റെ അവസാനം പറയുന്നു 6:14, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. അപ്പൊ ഒരു സംശയം, ഞാൻ ക്ഷമിച്ചില്ലെങ്കിലോ? ഇപ്പൊ 15-ാം വാക്യം, നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. അപ്പൊ കർത്താവ് എന്റെ പാപങ്ങളെ എന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ എനിക്ക് എങ്ങനെയാ ദൈവസന്നിധിയിൽ ചെല്ലാൻ പറ്റുന്നത്? വീണ്ടും കോപം എന്നെ നരകത്തിലെത്തിക്കാം, മോഹം എന്നെ നരകത്തിലെത്തിക്കും, എനിക്ക് ക്ഷമിക്കാത്ത മനോഭാവം എന്നെ നരകത്തിലെത്തിക്കും. പാപം എത്ര ഗൗരവമുള്ളതാണ്. മറ്റ് വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടാണ് നിന്റെ കണ്ണോ കൈയോ നിനക്ക് ഇടർച്ചയായാൽ അതിനെ വെട്ടിക്കളയുക എന്ന് ആദ്യം പറഞ്ഞത്. എന്നാൽ ഇതാ മത്തായി 18-ാം അധ്യായം നോക്കുക. 18-ാം അധ്യായം, അവിടെ മറ്റ് സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ, മറ്റാളുകളോടുള്ള ബന്ധത്തിൽ ക്ഷമിക്കാത്ത ഒരു മനോഭാവത്തിന്റെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ ഇടർച്ച വരുത്തുന്നതിന്റെ പശ്ചാത്തലത്തിൽ മത്തായി 18-ൽ വീണ്ടും നമ്മൾ വായിക്കുന്നു. മത്തായി 18:8, മത്തായി 18:8, 9 വാക്യങ്ങൾ. നിന്റെ കൈയോ കാലോ നിനക്ക് ഇടർച്ചയായാൽ അതിനെ വെട്ടി എറിഞ്ഞു കളക. നിന്റെ 2 കൈയും 2 കാലുമുള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനനായിട്ടോ മുടന്തനായിട്ടോ ജീവനിൽ കടക്കുന്നത് നിനക്ക് നന്ന്. നിന്റെ കണ്ണ്, 9-ാം വാക്യം, നിനക്ക് ഇടർച്ചയായാൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളക. 2 കണ്ണുള്ളവനായി അഗ്നിനരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ജീവനിൽ കടക്കുന്നത് നിനക്ക് നന്ന്. എന്നിട്ട് 10-ാം വാക്യത്തിൽ പറയുന്നു, ഈ ചെറിയവനിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ ഒരു തുച്ഛ മനോഭാവത്തോടുകൂടെ ആണോ ഞാൻ ഏതെങ്കിലും എനിക്ക് ദൈവം തന്ന ഒരു സഹോദരൻ, സഹോദരി, ജീവിത പങ്കാളി, കുഞ്ഞുങ്ങൾ, അവരെയൊക്കെ ഞാൻ നോക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഞാൻ ആ രീതിയിൽ ഞാൻ നോക്കുകയും പെരുമാറുകയും ചെയ്യുമ്പോൾ അതും എന്നെ എത്ര ഗൗരവമാണ് എന്ന് കർത്താവ് ഇവിടെ പറയുന്നു. മത്തായി 18-ാം അധ്യായത്തിൽ ഇവിടെ അതിന്റെ അവസാന ഭാഗത്ത് ആ കടം ഇളവ് ചെയ്ത
കിട്ടിയ ഒരു ദാസനെ കുറിച്ച് വായിക്കുന്നുണ്ട്. കോടിക്കണക്കിന് കടമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കടം ഇളച്ചു കിട്ടി കഴിഞ്ഞിട്ട് അദ്ദേഹം പോയി. അദ്ദേഹത്തിന് ഒരു 1000 രൂപ കടമുണ്ടായിരുന്ന ആളെ കണ്ടപ്പോൾ അയാളുടെ കൊങ്ങായിക്ക് പിടിച്ചു. നീ എനിക്ക് പിന്നെ അദ്ദേഹത്തെ പീഡിപ്പിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതറിഞ്ഞ യജമാനൻ പറയുന്നു, മത്തായി 18:34, 35 വാക്യങ്ങൾ, അങ്ങനെ യജമാനൻ കോപിച്ച് അവൻ കടമൊക്കെയും തീർക്കുവോളം അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും എന്ന് നാം അവിടെ വായിക്കുന്നു. നമ്മൾ എത്ര ഗൗരവമായിട്ട് യേശുക്രിസ്തു പറഞ്ഞ 3 പാപങ്ങളെക്കുറിച്ച്, അതിനെ തുടർന്ന് അനേക പാപങ്ങളെക്കുറിച്ച് നാം വായിക്കുന്നു. സിൻസ് ഓഫ് കമ്മീഷൻ ആണ് ഞാൻ ഈ പറയുന്നത്. കർത്താവ് നമ്മളോട് ചെയ്യരുതെന്ന് പറഞ്ഞു, നാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. കോപം എൻ്റെ ഉള്ളിലുണ്ടോ? മോഹം, ക്ഷമിക്കാത്ത മനോഭാവം, അസൂയ, മറ്റുള്ളവർക്ക് ഒരു നന്മ വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അതൊരു അസൂയ ഉണ്ടാക്കുന്നുണ്ടോ? യാക്കോബിന്റെ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അത് അസൂയ, അത് പിശാചിൽ നിന്നാണ് അസൂയ വരുന്നത്. നാം ഏതെങ്കിലും തരത്തിലുള്ള പാർഷ്യാലിറ്റി, പക്ഷപാതം നാം കാണിക്കുന്നവരാണോ? നമുക്ക് മക്കളുണ്ട്. ഒരാളിനോട് കൂടുതൽ സ്നേഹം, ഒരാളിനോട് അത്രയും സ്നേഹമില്ല. ഒരു ഇളയ കുഞ്ഞിനോട് കൂടുതൽ സ്നേഹം, അല്ലെങ്കിൽ മൂത്ത കുഞ്ഞിനോട് കൂടുതൽ സ്നേഹം, അല്ലെങ്കിൽ ചിലർക്ക് ഒരു ആൺകുഞ്ഞിനോട് കൂടുതൽ സ്നേഹം, ചിലർക്ക് കുറെ ആൺകുട്ടികളുടെ ഇടയിലുള്ള ഒരു പെൺകുഞ്ഞ്, ആ പെൺകുഞ്ഞിനോട് കൂടുതൽ സ്നേഹം. അവരോട് എപ്പോഴും വളരെ സ്വീറ്റായിട്ട് സംസാരിക്കുന്നു, മറ്റുള്ളവരോട് വളരെ ദേഷ്യത്തോടുകൂടെ സംസാരിക്കുന്നു. നമുക്ക് നമ്മുടെ ഭവനത്തിൽ നമ്മളുടെ മക്കളോട് നാം പക്ഷപാതം കാണിക്കുന്നുണ്ടോ? നമ്മുടെ മരുമക്കളോട് പക്ഷപാതം കാണിക്കുന്നുണ്ടോ? ഈ മരുമോൻ കൊള്ളാം, ഈ മരുമോനോട് ഞാൻ അകൽച്ച, ഈ മരുമോള്, ആ മോള് അവിടെ ഭയങ്കര ഒരു പക്ഷപാതം, ഈ മരുമോള് അവിടെ അത്രയില്ല. നമ്മുടെ ഹൃദയത്തിലുള്ള പക്ഷപാതം ഇതൊരു വളരെ ഗൗരവമായ ഒരു പാപമാണ്. മറ്റുള്ളവർ വിധിക്കുന്നതിനെ കുറിച്ച്, ആ വിധി നമ്മെ നരകത്തിലെത്തിക്കാം എന്ന് നമ്മൾ മറ്റുള്ളവരെ വിധിക്കുക. അതായത് വിധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു വ്യക്തി എന്തെങ്കിലും ഒന്ന് ചെയ്തു, നമ്മൾ ആ ചെയ്തത് കാണുമ്പോൾ അതിന്റെ പുറകിലുള്ള ആ ഉദ്ദേശ്യം ഇതാണ്, അതുകൊണ്ടാണ് ആളിങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് ഒരു വിധി പ്രസ്താവിക്കുമ്പോൾ എത്ര വലിയ നിഗളിയാണ് ഞാൻ എന്ന് നമ്മൾ ചിന്തിക്കണം. അതായത് ഹൃദയത്തിന്റെ ചിന്തനകളെയും നിലവുകളെയും അറിയുന്നത് ആരാണ്? ആർക്കാണ് അറിയാവുന്നത്? ദൈവം. ഹൃദയത്തിന്റെ ചിന്തകളെയും നിലവുകളെയും അറിയുന്ന ദൈവത്തിന്റെ സ്ഥാനത്തേക്ക് ഈ നിസ്സാരനായ മനുഷ്യനെ ഉയർത്തിയിട്ടാണ് അവൻ ഇതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, അവൾ ഇതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, ഇതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ ചെയ്തത് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിരിക്കാം. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സമ്മർദ്ദം ഉണ്ടായിരിക്കാം. എന്താ കാരണമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ കാരണം ഇതാണ് എന്ന് നമ്മളൊരു വിധി പ്രസ്താവിക്കുമ്പോൾ നാം നമ്മെ തന്നെ നിഗളത്തിന്റെ ഒരു അത്യുന്നത ഇടത്ത് കൊണ്ടുപോയി നാം ദൈവത്തെ പോലെ നമ്മെ ആക്കുകയാണ്. വിധിക്കുന്നത് വളരെ ഗൗരവമായിട്ടുള്ളൊരു പാവമാണ്. നമ്മള് ഏഷണി പറയും. എന്തെങ്കിലും ഒന്ന് കേട്ടു, ഒരാളിനെ കുറിച്ച് കേട്ടു ഉടനെ നീ കേട്ടോ, നീ അറിഞ്ഞോ, മറ്റേയാളിനോട് പറഞ്ഞു, അത് കേട്ട് വേറൊരാളിനോട് പറഞ്ഞു. ഇതൊക്കെ അവസാനം വേറൊരിടത്ത് ചെല്ലുമ്പോഴത്തേക്ക് ആ കാര്യം കൊക്കായി മാറി, എല്ലാം മാറി. ഓരോന്ന് കേട്ടു മറ്റുള്ളവരോട് പറഞ്ഞു. ഈ പറയുന്നതിന് നമ്മൾ ഒരിക്കലും ഈ രീതിയിൽ ഏഷണിക്കാർ എന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നു. ഏഷണി പറയുന്നത് പാപമാണ്. ഈ ലോകത്തോടുള്ള നമ്മുടെ സ്നേഹം, പണത്തോടുള്ള സ്നേഹം, സുഖസൗകര്യങ്ങളോടുള്ള സ്നേഹം, ഭക്ഷണത്തോടുള്ള ആ രീതിയിലുള്ള ഒരു പ്രിയം, ഭോഗപ്രിയം, ഇതൊക്കെ നാം ദൈവവചനത്തിൽ വായിക്കുന്നു. നമ്മുടെ നിഗളം, നമ്മുടെ ധാർഷ്ട്യം, ധിക്കാരത്തോടുകൂടിയുള്ള നമ്മുടെ സംസാരം, മത്സര സ്വഭാവം, നമ്മൾ മത്സരിക്കുന്നത്, നമ്മുടെ ആകാംക്ഷ, നമ്മുടെ ഭയം, നമ്മുടെ അവിശ്വാസം, ഞാൻ നേരത്തെ പറഞ്ഞു, ഇതെല്ലാം പാപങ്ങളാണ്. സിൻസ് ഓഫ് കമ്മീഷൻ. നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? നമുക്ക് ഇതിൽ നിന്നൊരു രക്ഷ വേണോ? നമുക്ക് ഈ രക്ഷയ്ക്ക് വേണ്ടി നാം ആഗ്രഹിക്കാറുണ്ടോ? എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കാനാണ് യേശു വന്നത് എന്ന് നാം വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ചില സിൻസ് ഓഫ് കമ്മീഷൻ നോക്കാം, സിൻസ് ഓഫ് ഒമിഷൻ നോക്കാം. അതായത് നാം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, നാം ചെയ്യുന്നില്ല. അതായത് നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, നാൾതോറും നമ്മൾ അന്യോന്യം ഉത്സാഹിപ്പിക്കുക എന്നായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. ഓരോ ദിവസവും ഞാൻ ഉത്സാഹിപ്പിക്കണം. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയെ ഞാൻ ഉത്സാഹിപ്പിക്കണം, മക്കളെ ഉത്സാഹിപ്പിക്കണം, സഭയിലുള്ള സൗരസവന്മാരെ ഉത്സാഹിപ്പിക്കണം.
നമുക്ക് ഉത്സാഹിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല. ഉത്സാഹിപ്പിക്കുന്നതിന് പകരം നമ്മൾ എപ്പോഴും എന്ത് വാക്കുകളാണ് പലപ്പോഴും പറയുന്നത്. അല്ലെങ്കിൽ നീ ഇങ്ങനെ തന്നെ, നീ ശരിയാവില്ല, നീ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്ത് വാക്കുകളാണ്? നമുക്ക് ക്ഷമയോടെ ഒരു വ്യക്തി അവരുടെ പ്രശ്നം പറയുമ്പോൾ അത് കേൾക്കാൻ പോലും നമുക്ക് സാവകാശമില്ല. ഒരു ഉത്സാഹിപ്പിക്കുന്നതിന് പകരം നാം അവരെ വിധിക്കുന്നു, അവരെ തള്ളിക്കളയുന്നു, നമുക്ക് കേൾക്കുവാൻ മനസ്സില്ല. എത്ര ഗൗരവമായിട്ടുള്ള തെറ്റുകളാണ്. മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കാതിരിക്കുക, നോട്ട് എൻകറേജിങ് അതേഴ്സ്. നമ്മാൽ ആവോളം സകല മനുഷ്യരോടും, വിശേഷാൽ ദൈവസഭയിൽ നമ്മൾ നന്മ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നന്മ ചെയ്യാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. നമുക്ക് പലപ്പോഴും നാം സ്വാർത്ഥരായി പോകും. മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നില്ല. ദൈവം നമ്മോട് പറയുന്നതിന് വിരുദ്ധമായിട്ടാണ് നാം പ്രവർത്തിക്കുന്നത്. മറ്റുള്ളവരോട് ദയവോട് സംസാരിക്കാനായിട്ട്, ദയവുള്ളവരായിരിക്കാനായിട്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. പക്ഷെ നമുക്ക് പലപ്പോഴും ദയവിന് പകരം നാം കാർക്കശ്യത്തോടുകൂടെ നാം ഇടപെടുന്നു. മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് നമ്മോട് പറയുന്നു, പലപ്പോഴും ക്ഷമിക്കാനായിട്ട് കഴിയുന്നില്ല. നാം അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കാനായിട്ട് ദൈവവചനം നമ്മോട് പറയുന്നു, പക്ഷേ നാം കീഴ്പ്പെടുന്നില്ല. നമുക്കത് വേണ്ടതാണ്. ആ കീഴ്പ്പെടുന്ന സ്വഭാവം നമുക്ക് വേണ്ടതാണ്. അധികാരങ്ങൾക്ക് കീഴ്പ്പെടാൻ, വീട്ടിൽ നമുക്ക് മാതാപിതാക്കൾക്ക് കീഴ്പ്പെടാൻ, സഭയിലുള്ള അധികാരങ്ങൾക്ക് കീഴ്പ്പെടാൻ, ഈ ലോകത്തിൽ ദൈവം വെച്ചിരിക്കുന്ന അധികാരങ്ങൾക്ക് കീഴ്പ്പെടാൻ, ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും അവർ അന്യോന്യം കീഴ്പ്പെടാൻ, അങ്ങനെയും ദൈവം പറയുന്നുണ്ട്. അപ്പൊ എപ്പോഴും ഭർത്താവ് ഭാര്യ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചൊരു അഭിപ്രായം പറയുമ്പോൾ അതിനെ പൂർണ്ണമായിട്ട് തിരസ്കരിക്കാതെ ഞാൻ അന്യോന്യം കീഴ്പ്പെടാൻ, അന്യോന്യം ബഹുമാനിക്കാൻ, കർത്താവേ ഞാൻ കുറവുള്ളവനാണ്, ഞാൻ കുറവുള്ളവളാണ്, എന്നെ സഹായിക്കണമേ. ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കുക. നമുക്ക് ദൈവത്തിന്റെ ആശ്രയിക്കാതിരിക്കുന്നു, നാം പ്രാർത്ഥിക്കുന്നില്ല, അല്ലെങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നില്ല. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കണമെന്ന് ദൈവം പറയുന്നു. കർത്താവെ ഞാൻ എത്രയോ കുറവുള്ളവനാണ്, എന്നെ കൊണ്ട് കഴിയുന്നില്ല. എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കാനായിട്ട് പറയുന്നു. ദൈവം എനിക്ക് തന്നിട്ടുള്ള ഏറ്റവും അടുത്ത അയൽക്കാരൻ എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞുങ്ങൾ. അവരോട് യഥാർത്ഥത്തിലുള്ളൊരു സ്നേഹം, അല്ലെങ്കിൽ ദൈവം എനിക്ക് തന്നിരിക്കുന്ന സഭയിലുള്ള സൗരങ്ങൾ, അവരോടുള്ള സ്നേഹിക്കാനും, അവരെ കരുതാനും, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ദൈവം എന്നെ കുറിച്ച് പറയുന്നു. പക്ഷെ എനിക്ക് ആ കാര്യത്തിലൊക്കെ ഞാൻ വിമുഖനാണ്. കർത്താവെ എന്നെ സഹായിക്കണമേ. നമുക്ക് ഭർത്താക്കന്മാരോട് പറയുന്നുണ്ട്, ഭാര്യമാരോട് വിവേകത്തോടുകൂടെ നിങ്ങൾ പെരുമാറണം. നിങ്ങൾ വിവേകത്തോടുകൂടെ അല്ല പെരുമാറുന്നതെങ്കിൽ അവർ ബലഹീന പാത്രമാണെന്ന് മനസ്സിലാക്കി അവരെ ആ രീതിയിൽ നിങ്ങൾ വിവേകത്തോടുകൂടിയല്ല ഇടപെടുന്നതെങ്കിൽ 1 പത്രോസ് 3-ാം അധ്യായത്തിൽ പറയും, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. ഇത്ര ഗൗരവമായിട്ടുള്ള കാര്യങ്ങളാണ് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത്. നമുക്ക് വിശ്വാസമില്ലാതിരിക്കുന്നത്, ദൈവത്തിലുള്ള എൻ്റെ ഭാവി ദൈവം കരുതിക്കൊള്ളും, എനിക്ക് ഒരു പിതാവുണ്ട്, എൻ്റെ പിതാവ് എനിക്ക് മതി, എൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും. വിശ്വാസമില്ലാത്തത് അത് ദൈവത്തിന് ദുഃഖമുണ്ടാക്കും. അത് ഒരു പാപമാണ്. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കാം ദൈവസന്നിധിയിൽ. ഞാൻ നിങ്ങളോട് സംസാരിക്കുകയല്ല, ഞാൻ എൻ്റെ ജീവിതത്തിലും ഈ കുറവുകളെ ഞാൻ കാണുന്നു. കർത്താവെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു പോകാതെ, കർത്താവെ എനിക്ക് ഈ ജീവിതത്തിൽ നിന്ന് എനിക്കൊരു മാറ്റം വേണം എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും, നമുക്ക് ഈ കേട്ട ദൈവവചനങ്ങളുടെ മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുന്നതിനും, നമുക്കിന്ന് പ്രാരംഭമായിട്ട് നമുക്ക് സാക്ഷ്യം പറയുന്നതിന് പകരമായിട്ട് നമുക്കൊരു പേപ്പർ എടുത്ത് ആ പേപ്പറിൽ അല്പസമയം ശാന്തമായിട്ട്, കർത്താവെ എൻ്റെ ജീവിതത്തിൽ അങ്ങ് കാണിക്കുന്ന കുറവുകൾ എന്തൊക്കെയാണ്, നമുക്കിത് കണ്ടാലല്ലേ, എൻ്റെ കുറവ് കണ്ടാലല്ലേ എനിക്ക് രക്ഷ വേണമെന്ന് ദൈവത്തോട് നമുക്ക് നിലവിളിക്കാനായിട്ട് കഴിയുകയുള്ളൂ. കർത്താവെ എന്നെ രക്ഷിക്കണം, എന്നെ സഹായിക്കണം. നമുക്ക് ആ പേപ്പറിൽ കുറച്ച് സമയം, കർത്താവെ ഞാൻ അങ്ങ് എന്നോട് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ, കോപിക്കരുത് എന്നങ്ങ് പറഞ്ഞിട്ടുണ്ട്, മോഹിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനത് ചെയ്യുന്നുണ്ടോ? ഞാൻ കർത്താവെ ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം ഞാൻ ചെയ്യാതിരിക്കുന്നുണ്ടോ? ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ? ഞാൻ ഒത്തിരി കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങൾ ദൈവം നമ്മെ വ്യക്തിപരമായിട്ട് ഓർപ്പിച്ച എന്തെങ്കിലും കാര്യങ്ങൾ, ഈ നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ വേറെ ആരെയും കാണിക്കാൻ വേണ്ടിയല്ല, നമുക്ക് വ്യക്തിപരമായിട്ട് നമുക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അല്പസമയം നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് നോക്കി അവിടെയുള്ള എവിടെയൊക്കെയാണ് കുറവുകൾ, കർത്താവെ എനിക്ക് മാറണം, എന്നെ സഹായിക്കണം, അങ്ങ് എന്നെ രക്ഷ ചെയ്യണം, ആ രക്ഷയുടെ ഒരു പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ നടക്കണം എന്ന് പറയുന്നു. നമ്മൾ സഹോദരങ്ങളോട് അന്യോന്യം ഉറ്റ സ്നേഹമുള്ളവരായിരിക്കാനായിട്ട് പറയും. നമുക്ക് പലപ്പോഴും ആ സ്നേഹം നമ്മളില്ല. സ്നേഹം ഉണ്ടെങ്കിൽ സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. മറ്റുള്ളവരുടെ ഒരു പാപം കാണുമ്പോൾ നമുക്ക് കരുണയുണ്ടാവും. കർത്താവെ എൻ്റെ ഹൃദയം കഠിനമായിരിക്കുന്നു, എനിക്ക് സ്നേഹമില്ല എന്ന് നമുക്ക് കാണാം. പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിക്കാനായിട്ട് 1 പത്രോസ് 4-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ വായിക്കും. ചിലപ്പോൾ നമ്മൾ അതിഥി സൽക്കാരം ആചരിക്കും, പക്ഷെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ
അയ്യോ ഇതെന്തോ എങ്ങനെയാ ഒരു പിറുപിറുപ്പ്, പിറുപിറുപ്പ് കൂടാതെ ആദ്യ സൽക്കാരം ആചരിക്കാനായിട്ട് ദൈവവചനം നമ്മൾ വായിക്കുന്നു. എത്ര കാര്യങ്ങൾ നമ്മൾ കുറവുള്ളവരാണ്. നമ്മുടെ ഈ അവസാന നാളുകളിൽ നമ്മുടെ ഹൃദയം ആദ്യ സ്നേഹം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് നാം കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. നമ്മുടെ ആ സ്നേഹം അധർമ്മം പെരുകുന്നു, നമ്മുടെ സ്നേഹം തണുത്തു പോകുന്നു ദൈവത്തോടും മറ്റുള്ളവരോടും. നമുക്ക് ആ രീതിയിൽ നമുക്കൊന്ന് കുറച്ച് സമയം നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം.